നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. ബ്രസീൽ ആരാധകരെ വിഷമിപ്പിക്കുന്ന ഒരു പ്രഭാതമാണ്. ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്തായിരിക്കുന്നു. നെയ്മർ വിരമിക്കൽ പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു. നോർവേക്ക് ചരിത്ര വിജയമാണ് ഉണ്ടായത്. ഈ ബ്രസീൽ ആരാധകരുടെ സങ്കടം കണ്ടപ്പോൾ അതിൽ തുടങ്ങിയെന്നേ ഉള്ളൂ, മറ്റു വാർത്തകൾ ഇല്ലാതെയല്ല. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ഇന്ന് ഒട്ടേറെ കോടതി വാർത്തകൾ വരുന്ന ഒരു ദിവസമാണ്. ഒപ്പം മറ്റു വാർത്തകളുമുണ്ട്. അതിൽ കോടതി വാർത്ത എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നെന്മാറ ഇരട്ട കൊലപാതക കേസാണ്. അതിലിന്ന് ശിക്ഷാവിധി വരികയാണ്. ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, ഇന്നലെ രാഷ്ട്രീയ കേരളം കേട്ട MV ജയരാജൻ്റെ ആ തെറ്റുതിരുത്തൽ രേഖയുണ്ടല്ലോ, അത് CPM-നുള്ളുണ്ടാക്കിയ വലിയ പൊട്ടിത്തെറി. വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ എന്തായാലും ഉണ്ടാവും, അത് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്ന്, PSC നിയമന തട്ടിപ്പ് ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇന്ന് PSCയുടെ നിർണായക യോഗമുണ്ട്. അയോധ്യ, ദേശീയ വാർത്തകളെടുത്താൽ അയോധ്യ തന്നെയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അയോധ്യ സംഭാവന കൊള്ളയിൽ ഇന്ന് രാമജന്മഭൂമി ട്രസ്റ്റിൻ്റെ നിർണായകമായൊരു യോഗമുണ്ട്. അങ്ങനെ വാർത്താ സമ്പന്നമായ ഒരു ദിവസത്തിലേക്ക് കടക്കുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഫിഫ ലോകകപ്പിൽ നിന്ന് കരുത്തരായ ബ്രസീൽ പുറത്ത്. കാനറികളെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. ഇരട്ട ഗോൾ നേട്ടവുമായി എർലിംഗ് ഹാലണ്ട്. ഗോൾ വേട്ടയിൽ മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പം. വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ സൂപ്പർ താരം നെയ്മർ. ഇംഗ്ലണ്ട് മെക്സിക്കോ പ്രീ ക്വാർട്ടർ തുടരുന്നു. ഐബീരിയൻ ഡെർബി എന്നറിയപ്പെടുന്ന പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം രാത്രി 12:30. സംസ്ഥാന ആസൂത്രണ ബോർഡ് നിർണായക വിവാദങ്ങൾക്കിടെ നിർണായക PSC യോഗം ഇന്ന്. ചെയർമാന്റെ നടപടികളിൽ ഉന്നതതല വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തേക്കും. PSCയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്കിടെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം ഇന്ന്. ചമ്പത് റായിയുടെയും മുൻ ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയുടെയും രാജിയിൽ നിർണായക തീരുമാനം. കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളും പരിശോധിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഭരണനിർവഹണത്തിന് നിയമിച്ചേക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്ക്. എറണാകുളം മുതൽ വയനാട് വരെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. മഹാരാഷ്ട്ര തീരപ്രദേശത്ത് വൻ നാശനഷ്ടം. മുംബൈയിൽ 4 നില കെട്ടിടം തകർന്ന് 6 മരണം. പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ഏകപ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. ശിക്ഷ വിധിക്കുന്നത് പാലക്കാട് അഡീഷണൽ സെഷൻസ് ജില്ലാ കോടതി. വധശിക്ഷ വിധിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രോസിക്യൂഷനും കുടുംബവും. അഭിമന്യു വധക്കേസിൽ പ്രതികളെ ഇന്ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ 16 പേർ പ്രതികൾ. വിചാരണ തുടങ്ങുന്നത് കൊല നടന്ന് 8 വർഷത്തിന് ശേഷം. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിക്ക് സാക്ഷ്യം വഹിച്ച് ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയം. 5 തവണ ചാമ്പ്യന്മാരായ ബ്രസീലിനെ നോർവേ അട്ടിമറിച്ചു. 2-1 ബ്രസീൽ തോറ്റു പുറത്തായത്. 79-ാം മിനിറ്റിലും 90-ാം മിനിറ്റിലുമാണ് ഹാലണ്ട് ബ്രസീലിന്റെ ഗോൾ വല കുലുക്കിയത്. ബ്രസീലിനായി നെയ്മർ ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെ ആശ്വാസ ഗോൾ നേടി. ഇരട്ട ഗോളുകളോടെ ഹാലണ്ട് ഈ ലോകകപ്പിൽ ഗോൾ വേട്ടയിൽ 7 ഗോളുകളോടെ മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും നിരവധി ഗോൾ അവസരങ്ങൾ പാഴാക്കി. ചരിത്രത്തിൽ ആദ്യമായാണ് നോർവേ ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടറിൽ കടക്കുന്നത്. ഫുട്ബോളിൽ ഇതുവരെ 88 ടീമുകളെ നേരിട്ടിട്ടുള്ള ബ്രസീലിന് ഒരിക്കൽ പോലും തോൽപ്പിക്കാനാവാത്ത ഒരേ ഒരു ടീമാണ് നോർവേ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലും നോർവേയും ഇതുവരെ 6 തവണയാണ് നേർക്കുനേർ വന്നിട്ടുള്ളത്. ഇതിൽ ഒരു തവണ പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. ഫിഫ ലോകകപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പുറകെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച് ബ്രസീൽ സൂപ്പർ താരം നെയ്മർ. ബ്രസീലിനായി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന ബഹുമതിയോടെയാണ് നെയ്മർ 16 വർഷത്തെ കരിയർ അവസാനിപ്പിച്ചത്. ബ്രസീൽ ടീമിനായി 130 മത്സരങ്ങളിൽ നിന്ന് 80 ഗോളുകളും 59 അസിസ്റ്റുകളും 34-കാരനായ നെയ്മർ സ്വന്തമാക്കിയിട്ടുണ്ട്. താൻ പരമാവധി ശ്രമിച്ചുവെന്ന് മത്സരത്തിന് ശേഷം നെയ്മർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് എല്ലാം തുടങ്ങിയത്. ഇവിടെ വെച്ച് തന്നെ താൻ അവസാനിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നെയ്മർ പറഞ്ഞു. 2010-ൽ രാജ്യാന്തര കരിയർ ആരംഭിച്ച നെയ്മർ
4 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. കേരളത്തിലെ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമായ മത്സരമായിരുന്നു ബ്രസീൽ നോർവേ മത്സരം. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിനെ തോൽപ്പിച്ച് നോർവേ ചരിത്രത്തിൽ ആദ്യമായാണ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത്. കേരളത്തിലെ ഫാൻ ഫൈറ്റിൽ ഒരറ്റത്തുണ്ടായിരുന്ന ബ്രസീലിൻ്റെ മടക്കം ആരാധകരെ ഞെട്ടിച്ചു കളഞ്ഞു. കോഴിക്കോട് പുതിപ്പാലത്തെ ബിഗ് സ്ക്രീനിന് മുന്നിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോകകപ്പിൽ നിന്നും ബ്രസീൽ പുറത്താകുമ്പോൾ കേരളത്തിലെ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമായ ഒരു കളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയുണ്ടായിരുന്നു കളി? എന്താ പറയാ? അടിപൊളി 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 തോറ്റു പറയാലോ. 4 കളികളിലായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രസീൽ പൊട്ടിയ കളികളാണ്. ഇതിൽ വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു. ഒന്നും പറയാനില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ശരിയായില്ല. ലൂക്കേനെ അതുപോലെ തന്നെ മാർട്ടിനിലൊന്നും വലിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവർ നല്ല ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഒരാവശ്യമില്ലായിരുന്നു സെക്കൻഡ് ഹാഫിൽ അവർ സബ് ചെയ്യേണ്ടത്. ഈ ഹെൻട്രിക്കിനൊന്നും ഇറക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. വെറുതെ കളി നശിപ്പിച്ചു. എന്താണ് പറയാനുള്ളതെന്നില്ല. നല്ല കളിയാണ്, നല്ല അടിപൊളി കളിയാണ്. ബ്രസീൽ നെയ്മറിനെ ആദ്യം ഇറക്കേണ്ടി, അതിനെ കൊണ്ട് പോയി. പറയാനില്ല, ഭയങ്കര ടെൻഷനാണ്. നെയ്മർ ഇറങ്ങിയതിലൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. എന്നാലും ഒരു പെനാൽറ്റി അടിച്ചു, അത് ഫിനിഷ് ചെയ്ത്. ഓരോടിപ്പോൾ ഒന്നും ചോദിക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാനുണ്ടാവില്ല. എന്നാലും നല്ല കളിയുന്നു, ഗംഭീര പെർഫോമൻസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് നല്ല സങ്കടമുണ്ട്. അർജന്റീന ഫാൻസായി നമുക്ക് നല്ല സങ്കടമുണ്ട്. ഓരോ നമ്മളെ കൂടെ ഉണ്ടാവണേ, നമുക്ക് സെമിയിലൊക്കെ കിട്ടണേനും. പക്ഷേ നിർഭാഗ്യവശാൽ അല്ലല്ല അലിഭായ്, നിർഭാഗ്യവശാൽ പോലും നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഓരില്ലാണ്ട് നമുക്കൊരു ഫുട്ബോൾ മേഖല ഇല്ല സത്യത്തിൽ. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും സത്യം പറഞ്ഞാല് കളി നമ്മളും പ്രതീക്ഷയാണ്. എന്ത് ബ്രസീലും അർജന്റീനയും ഒരു സെമി ഫൈനൽ കാണണം എന്നുള്ളത് സത്യത്തിൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചറിയില്ല. പക്ഷെ എന്താ ചെയ്യുക, 2022 ഇതെന്നാ സ്ഥിതി. നമ്മൾ അർജന്റീന കാത്തു നിൽക്കാൻ പറഞ്ഞു, പക്ഷെ കാത്തു നിന്നില്ല. അവരെ വൈക്കി പോയി. സങ്കടമുണ്ട് എന്തായാലും, വളരെ സങ്കടമല്ലോ. ഇതും കൂടി കൂട്ടി 28 കൊല്ലായി. കാരണം 2002 ശേഷം ഒരു യൂറോപ്യൻ ടീമിനോട്, ലാസ്റ്റ് ജർമ്മനിയോട് തോറ്റല്ല, ഒരു യൂറോപ്യൻ ടീമിനെ അവർ ജയിച്ചിട്ടില്ല. 2002 ശേഷം ഒരു യൂറോപ്യൻ ടീമിന് 2002 വേൾഡ് കപ്പ് ഫൈനൽ ശേഷം ഒരു യൂറോപ്യൻ ടീമിന് നോക്കൌട്ടിൽ ബ്രസീൽ ജയിച്ചത് ചരിത്രം ആവർത്തിച്ച് നോർവേനെ കിട്ടിയപ്പോ നമ്മൾ ഉറപ്പായിരുന്നു ചോദ്യം ചോദിക്കല്. മരിച്ചോടത്ത് പറയാൻ പറ്റിക്കരുത്. ഒരു സങ്കടത്തിൽ നമ്മളോട് ഉൾക്കൊള്ളുന്നത്. ഓരോ സങ്കടത്തിൽ നമ്മൾ അയൽവാസിയാണ്, നമ്മളെ കാര്യപ്പെട്ട ആളാണ്. 5 കപ്പ്, 3 ചിമ്പിളി കപ്പ്, 2 ഗോൾഡ് കപ്പ്, ഓരോ ഒരിക്കലും കരീപ്പിക്കരുത്. ഏഴാന്തി വരെ ഒരു മാന്ത്രികന്റെ കളി ഏഴാന്തി ഉണ്ട്. വരിക, കളി കാണുക, ആസ്വദിക്കുക. ഏഴാന്തി ഒമ്പം കളി നാളെ നമ്മൾ കാണിക്കും. ഏഴാന്തി കാണിക്കുക. സെമിയിൽ കാത്തുന്ന ഈ കൊല്ലം കാത്തിക്കും. നിങ്ങൾ വരാൻ മാർക്കത്തിട്ടോ. കഴിഞ്ഞാലും പറഞ്ഞ മാറ്റി 2 ഫാൻസായിരിക്കാണ് സങ്കടം. പോർച്ചുഗൽ ബ്രസീൽ ഫാൻസിനാണ് സങ്കടം. ഒരു കളിയില്ല. പോർച്ചുഗൽ 2 ഫാൻസൊക്കെ സങ്കടം. പോർച്ചുഗലും ബ്രസീലാരത് ബ്രസീൽ വന്നിക്കണ ഇവിടെ. ബ്രസീലിനേക്കാളും പേടിയാണ് പോർച്ചുഗൽ ഫാൻസിന്. വലിയ നിരാശ. മെസ്സിനെ പോലെ ഒരു പ്ലെയർ ഇല്ല ബ്രസീലായിരിക്കും. അതാണ് സത്യം. ഒരു കുടുംബനാഥനില്ലാത്ത വീടായി പോയി ബ്രസീലിന്റെ ടീം. ഇന്ന് ബ്രസീൽ തോക്കണം. കാരണം ബ്രസീൽ കളിച്ചില്ല, മോശം കളിയാ. ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പടക്ക കമ്പനി പൊട്ടി. ഇംഗ്ലണ്ട് മെക്സിക്കോ പ്രീ ക്വാർട്ടർ ഇപ്പോൾ നടക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7300 അടി ഉയരത്തിലുള്ള ആസ്റ്റക സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഇത്രയും ഉയരത്തിലുള്ള പ്രദേശത്തെ കാലാവസ്ഥ ഇംഗ്ലീഷ് താരങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് വൈകിയാണ് മത്സരം ആരംഭിച്ചത്. അതിനിടെ ഇംഗ്ലണ്ട് ടീം താമസിക്കുന്ന മാരിയറ്റ് ഹോട്ടലിന് പുറത്ത് നാടകീയ രംഗങ്ങൾ അരങ്ങേറി. പുലർച്ചെ വരെ മെക്സിക്കൻ ആരാധകർ പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടന്ന് ഹോട്ടലിന് മുന്നിൽ തടിച്ചുകൂടി പടക്കം പൊട്ടിച്ചും ലൈവ് ബാൻഡ് നടത്തിയും ഇംഗ്ലണ്ട് ടീമിന്റെ ഉറക്കം കെടുത്താൻ ശ്രമം നടത്തി. നോക്കൌട്ട് മത്സരത്തിന് മുമ്പ് ഇക്വഡോറിനെതിരെയും ഇതേ തന്ത്രം മെക്സിക്കൻ ആരാധകർ പ്രയോഗിച്ചിരുന്നു.
ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അറേബ്യൻ ഡെർബി എന്ന് അറിയപ്പെടുന്ന പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം രാത്രി 12:30 നടക്കും. നാളെ പുലർച്ചെ 5:30 USA ബെൽജിയത്തെ നേരിടുന്നത്. അതേസമയം നാളെ രാത്രി 9:30 അർജന്റീന ഈജിപ്ത് പോരാട്ടം. യൂറോപ്പിലെ അയൽക്കാർ തമ്മിലുള്ള പോരാട്ടമാണ് ഏറ്റവും ശ്രദ്ധേയം. ഫുട്ബോളിൽ ഐബീരിയൻ ഡെർബി എന്നറിയപ്പെടുന്ന പോർച്ചുഗൽ സ്പെയിൻ ഏറ്റുമുട്ടൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ പോരാട്ടങ്ങളിൽ ഒന്നാണ്. ചരിത്രത്തിൽ ഇതുവരെ 41 തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ സ്പെയിൻ 17 ജയങ്ങളും പോർച്ചുഗൽ 7 വിജയങ്ങളും നേടിയിട്ടുണ്ട്. ബാക്കി മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഗ്രൂപ്പ് കെയിൽ 2ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തിയ പോർച്ചുഗൽ റൗണ്ട് ഓഫ് 32-ൽ ക്രൊയേഷ്യയെ 2-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ശ്രദ്ധേയ കേന്ദ്രം. എന്നാൽ റൊണാൾഡോ നിറം മങ്ങിയത് തിരിച്ചടിയാണ്. റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഓസ്ട്രിയയെ തകർത്താണ് സ്പെയിൻ പ്രീ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത്. ലോസ് ഏഞ്ചൽസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് മുൻ ചാമ്പ്യന്മാർ വിജയിച്ചത്. മൈക്കൽ ഒയാർസബാലാണ് സ്പെയിനിന്റെ തുറുപ്പുചീട്ട്. ഒറ്റ ഗോൾ പോലും വഴങ്ങാതെയാണ് സ്പെയിൻ ഈ ലോകകപ്പിലെ കുതിപ്പ് തുടരുന്നത്. പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയത്തെയാണ് നേരിടുക. നോക്കൌട്ടിൽ ബോസ്നിയയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ കടന്നത്. സെനഗലിനെ തോൽപ്പിച്ചാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിലെത്തിയത്. അവസാന സമയത്ത് തോൽവിയുടെ പടിക്കൽ നിന്നാണ് ബെൽജിയത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ബെൽജിയം ഗ്രൂപ്പ് ഘട്ടത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയില്ലെങ്കിലും റൗണ്ട് 32-ൽ കിടിലം ജയം നേടിയത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാളെ രാത്രി നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തിനെ നേരിടും. കനത്ത വെല്ലുവിളി ഉയർത്തിയ കേപ്പ് വെർദയെ അധിക സമയത്ത് 3-2 എന്ന സ്കോറിന് മറികടന്നാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവാം. സംസ്ഥാന ആസൂത്രണ ബോർഡ് പരീക്ഷാ മൂല്യനിർണ്ണയ വിവാദങ്ങൾക്കിടെ നിർണായകമായ PSC യോഗം ഇന്ന് നടക്കും. ചെയർമാന്റെ നടപടികളിൽ ഉന്നതതല വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തേക്കും. PSC പോലീസ് അന്വേഷണവും ആവശ്യപ്പെട്ടേക്കും. ആഭ്യന്തര വിജിലൻസ് SP കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള തീരുമാനവും അട്ടിമറിക്കപ്പെട്ടിരുന്നു. PSCയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഏറെ നിർണായകമാണ് അല്ലേ ഇന്നത്തെ PSC യോഗം? ഇന്നത്തെ യോഗം വളരെ നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ്. കാരണം PSC നിയമനം അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് നിർണായകമായിട്ടുള്ള യോഗം PSC ചേരുന്നത് എന്നുള്ളതാണ്. ഈ യോഗത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ചെയർമാനെതിരെ ഉയരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം ഈ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ തന്നെ ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിജിലൻസ് SP കൊണ്ട് തന്നെ ആഭ്യന്തര വിജിലൻസ് SP കൊണ്ട് അന്വേഷിപ്പിക്കാം എന്നൊരു ഉറപ്പ് കഴിഞ്ഞ യോഗത്തിൽ ചെയർമാൻ നൽകിയത്. പക്ഷേ അതിനുശേഷം ആ അന്വേഷണ ഉത്തരവ് തന്നെ ചെയർമാൻ തന്നെ അട്ടിമറിക്കുന്ന നിലയുണ്ടാവുകയായിരുന്നു. പരീക്ഷ കൺട്രോളറെ, അതായത് ചെയർമാന്റെ പോലും താഴെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. അത് ആദ്യം പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും പാടെ മാറ്റുകയും ചെയ്യുന്ന ഒരു നിലയുണ്ടാവുകയും ചെയ്തു. എന്തായാലും ആ നിലയ്ക്കുള്ള നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. അതിനെതിരെയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉയർന്നു വന്നത്. PSC ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ PSC ക്രൈംബ്രാഞ്ച് ഈ ഒരു വിഷയത്തിൽ മന്ത്രിസഭ തന്നെ ഈ വരുന്ന ദിവസം, അതായത് ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ആസൂത്രണ ബോർഡിലേക്ക് നടന്നിട്ടുള്ള നിയമനം, അതിൽ ആ പരീക്ഷയിൽ 10 ഉത്തരങ്ങൾ പോലും കൃത്യമായ രീതിയിൽ പരിശോധിക്കാതെ നിയമനം നൽകുകയും ആ നൽകിയ മൂല്യനിർണ്ണയത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതായിരുന്നു ഉണ്ടായിട്ടുള്ള വിവാദം എന്ന് പറയുന്നത്. അതിനെ ശരിവെക്കുക, അല്ലെങ്കിൽ ആ ഒരു വിവാദം അത്തരത്തിലുള്ള കയ്യിൽ നിന്ന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം PSC ഒരു ഘട്ടത്തിൽ സമ്മതിക്കുന്ന പോലും നിലയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് KSU ഇന്നിപ്പോൾ അവിടേക്ക് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അകത്തും പുറത്തുമൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് OJ ജനീഷ് യുവജനക്ഷേമകാര്യ മന്ത്രിയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ തന്നെയും മന്ത്രിസഭയ്ക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയായിരിക്കും
എന്തായാലും ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ശക്തമായി തന്നെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ ഈ യോഗം തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ വിജിലൻസ് SP കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ചെയർമാൻ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. വലിയ പ്രതിഷേധങ്ങളിലേക്കോ ഒച്ചപ്പാടിലേക്കോ പോകാതെ കാര്യങ്ങളെ പരിഹരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചില അംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അവരിന്ന് ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്യും. കാരണം നേരത്തെ ഇത്തരത്തിൽ ഈ അന്വേഷണമൊക്കെ തന്നെ പ്രഖ്യാപിച്ചു. അതിനുശേഷം വലിയ രീതിയിൽ ഇത്തരത്തിൽ അതിനെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. പരീക്ഷാ കൺട്രോളറെ ഈ ദൗത്യം ഏൽപ്പിക്കുന്ന ഘട്ടത്തിൽ ചെയർമാൻ വ്യക്തമാക്കിയത് അദ്ദേഹത്തിനും വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ ചുമതല അല്ലെങ്കിൽ ആ പദവി ഉണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ആഭ്യന്തരമായി നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, ആ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ അത് പരിശോധിക്കുക എന്നത് മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ചുമതല. പക്ഷേ ഈ വിധത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ മാത്രം വലിയൊരു ക്രമക്കേട് നടക്കുന്ന ഘട്ടത്തിൽ അതിന് ഏതെങ്കിലും തരത്തിൽ നിയമസാധുതയുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നിയമ ഉപദേശം ഉൾപ്പെടെ തേടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. എന്തായാലും സർക്കാർ ഈ ഒരു വിഷയത്തിൽ ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വിജിലൻസ് അന്വേഷണമോ IG തലത്തിലുള്ള അന്വേഷണമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചേക്കും എന്നുള്ളൊരു സൂചന കൂടി ഈ ഘട്ടത്തിലുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന മാർച്ചും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകാനിരിക്കുന്നത്. മായ. ശരി, എബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. PSCയിലെ പരീക്ഷാ ക്രമക്കേടുകൾക്കൊക്കെ ഇടെ ഇന്നിപ്പോൾ നിർണായകമായ യോഗം ചേരാൻ പോവുകയാണ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഇന്ന് വിധി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കൃത്യം നടന്ന് 1.5 വർഷം പിന്നിടുമ്പോഴാണ് വിധി വരുന്നത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ അയൽവാസി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സജിത കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴായിരുന്നു ചെന്താമര ഇരട്ടക്കൊല നടത്തിയത്. ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സജിതയും കുടുംബവുമാണെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അഭിമന്യു വധക്കേസിൽ പ്രതികളെ ഇന്ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ 16 പേരാണ് പ്രതികൾ. 8 വർഷത്തിന് ശേഷമാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, അഭിമന്യു വധക്കേസിലെ പ്രതികളെ ഇന്നിപ്പോൾ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയാണ്. 8 വർഷത്തിന് ശേഷമാണ് വിചാരണ ആരംഭിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ായിരുന്നു മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായ അഭിമന്യുവിനെ ഈ പ്രതികൾ കൊലപ്പെടുത്തുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ, ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരായിട്ടുള്ള 16 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് പിടികൂടിയിരുന്നത്. ഇതിൽ ഈ പ്രതികളെയാണ് ഇന്ന് കേസിലെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത്. ഈ കേസിന്റെ വിചാരണ, അതായത് ഈ സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് വിചാരണ ആരംഭിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നതാണ്. ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ അഭിമന്യു കേസിലെ വിചാരണ വൈകുന്നതിനെതിരെയുള്ള വിമർശനങ്ങൾ CPM-നുള്ളിലടക്കം വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏതായാലും ഇപ്പോൾ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത്. ഇതിന്റെ ആദ്യ നടപടി എന്ന രീതിയിലാണ് ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള 16 പേരോടും ഇന്ന് ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 16 പേർക്കും ജാമ്യം കിട്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ കേസിലെ 2 പ്രതികൾ ഇവരെ കുറ്റവിമുക്തരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഈ കോടതി ഈ ഹർജി തള്ളിയത്. ഏതായാലും ഇവരടക്കം ഇന്ന് 16 പേരും കോടതിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നതാണ്. ഈ കേസിലെ കുറ്റപത്രം അടക്കം കാണാതാകുന്നതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുറ്റപത്രം രണ്ടാമത് തയ്യാറാക്കുകയായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുകയാണ്. ഇതിന്റെ പ്രാഥമിക നടപടി എന്നുള്ളത് തന്നെയാണ് ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത്. ഏതായാലും ഇതിനു വേണ്ടിയുള്ള നടപടികൾ ഇന്നിപ്പോൾ 16 പേരും കോടതിയിൽ ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മായ. ശരി, കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന. അഭിമന്യു വധക്കേസിൽ പ്രതികളെ ഇന്ന് കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും.
പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലാക്കി പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം. വിഷയത്തിൽ CPI പരസ്യ പ്രതിഷേധം നടത്തുന്നതിൽ CPMന് കടുത്ത അതൃപ്തിയുണ്ട്. CPI തർക്കം രൂക്ഷമായതോടെ മുന്നണി യോഗം ചേരുന്നത് പോലും അനിശ്ചിതത്വത്തിലാണ്. സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാക്കേണ്ട സമയത്താണ് പ്രതിപക്ഷത്തെ ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുകയാണ്. എബി, CPMന് വലിയ വെല്ലുവിളികളാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ വലിയ പരാജയം. അതിനൊപ്പം പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ CPMന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വിമർശനങ്ങൾ, തർക്കങ്ങൾ. എങ്ങനെയാണ് CPM കാര്യങ്ങൾ ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ഒരു മുന്നണി യോഗം പോലും കാര്യമായി നടന്നിട്ടില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുവരെ. ഇത് പതിവില്ല ഇങ്ങനെ. മായ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPM അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. CPIയും അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. ഇരു പാർട്ടികളും തങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള മെറിറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു മുമ്പ് പ്രതിപക്ഷ ഉപനേതാവ് പദവി വഹിച്ചിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്നൊരു സമയം, അത് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നൊരു സമയം എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തായിരുന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഉപനേതാവായി സഭയിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ആ ഒരു വാദം തന്നെയാണ് പ്രധാനമായും CPM മുന്നോട്ട് വെക്കുന്നത്. കീഴ്വഴക്കമനുസരിച്ച് തങ്ങൾ തന്നെയാണ് ആ പദവി വഹിച്ചിരുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു കീഴ്വഴക്കമുള്ളപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് അതിനടിസ്ഥാനമില്ല എന്നതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്. എന്തായാലും നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ CPIക്ക് ഈ പദവി വേണമെന്നുള്ള ഒരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്ന നിലയാണുള്ളത്. ആ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഈ ആവശ്യങ്ങൾ മുന്നണി യോഗത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിനപ്പുറത്തേക്ക് പരസ്യമായി തന്നെ CPI ഈ കാര്യം ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തന്നെയാണ് നിലവിലെ അസ്വാരസ്യങ്ങൾക്ക് കാരണമായിട്ടുള്ളതും. ഈ പരസ്യമായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം അത് മുന്നണിയുടെ സംവിധാനത്തിന് ചേർന്നതല്ല. അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷേ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് തന്നെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ആ നിലയ്ക്കൊരു കടുത്ത നിലപാട് CPM സ്വീകരിക്കുക അല്ലെങ്കിൽ പരസ്യമായി തന്നെ പറയുക എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ആദ്യമായി അങ്ങനെ ഉണ്ടായത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചോദിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അനുനയത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, അത് സംസാരിച്ച് തീർക്കാൻ കഴിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ അല്പം കൂടി കടന്ന ശബ്ദത്തിൽ അത് അവരങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുമ്പോൾ സ്വാഭാവികമായും CPMന്റെ നിലപാട് ഇത് തന്നെയാണ്. അതിലൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും K രാജനെ എബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം പ്രതിപക്ഷത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇനി അയോധ്യയിലേക്ക് പോയാൽ അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്കിടെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ഇന്ന് യോഗം ചേരാൻ പോകുന്നു. ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ രാജിയും കഴിഞ്ഞ വർഷത്തെ വരവ് ചിലവ് കണക്കുകളും യോഗം പരിശോധിക്കും. ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും ചർച്ചയാകും. ഇന്നത്തെ യോഗത്തിൽ ചമ്പത് റായ് പങ്കെടുത്തേക്കില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇന്നത്തെ ട്രസ്റ്റ് യോഗം അത് നിർണായകമല്ലേ? ഒട്ടേറെ വിവാദങ്ങളുണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോൾ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് യോഗം ചേരാൻ പോകുന്നത്. ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട അതെന്തൊക്കെയാണ്? മായ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും നിർണായകമായ യോഗമാണ് ഇന്ന് അയോധ്യയിൽ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം നടക്കുന്നത്. നിലവിൽ സമീപകാലത്ത് ഉയർന്നു വന്ന വിവാദങ്ങൾ, അയോധ്യയിലെ സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, അതിന്മേലുള്ള SIT അന്വേഷണം, ഇതിനെല്ലാം ശേഷം ആദ്യമായാണ് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം ചേരുന്നത്. ഇന്ന് വൈകിട്ട് അയോധ്യയിൽ മണിറാംദാസ് ആശ്രമത്തിൽ വെച്ചാണ് യോഗം ചേരുക. ഈ യോഗത്തിൽ അജണ്ടയായി നിശ്ചയിച്ചിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നിലവിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായ് ഒപ്പം ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിയുണ്ട്. ആ രാജി പരിശോധിച്ച് ഒന്നുകിൽ ആ രാജി അംഗീകരിക്കും, അതിനുമേലുള്ള തുടർ നടപടി സ്വീകരിക്കുക. ഒപ്പം 2025-26 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ വിശദമായി പരിശോധിച്ച് അതിന് അംഗീകാരം നൽകുക. കൂടാതെ ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതിൽ തീരുമാനമെടുക്കുക. ഈ വിഷയങ്ങളാണ് പ്രധാനമായും ഇന്ന് ചേരുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം ചർച്ച ചെയ്യുക. ഒപ്പം ക്ഷേത്രത്തിൽ
ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള വിവാദങ്ങളിൽ ട്രസ്റ്റ് വിശദമായിട്ടുള്ള പരിശോധന നടത്തും. നിലവിൽ SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് തന്നെയാണ്. സംഭാവന ഇനത്തിലും ഭക്തർ ക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിച്ചിട്ടുള്ള പണം ഒപ്പം മറ്റ് വസ്തുക്കളിലുമെല്ലാം തന്നെ വലിയ ക്രമക്കേട് ആ ക്ഷേത്രത്തിലെ ഒരു വിഭാഗം ജീവനക്കാർ ചേർന്നുകൊണ്ട് നടത്തി എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ എത്രത്തോളം ആളുകൾക്ക് പങ്കുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന നിലവിൽ SIT നടത്തി വരികയാണ്. ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായുടെ മൊഴി വിശദമായി തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അദ്ദേഹം വിശദമാക്കിയത് തനിക്ക് ഈ തട്ടിപ്പിലോ അല്ലെങ്കിൽ അഴിമതിയിലോ നേരിട്ടോ അല്ലാതെയോ യാതൊരു പങ്കും അറിവുമില്ല. താൻ വിശ്വസിച്ചവർ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ജീവനക്കാർ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുമെന്ന് താൻ കരുതിയില്ല എന്നാണ് മൊഴി നൽകിയത്. ഈ ഒരു SIT അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ചമ്പത് റായ്ക്കെതിരെ ഒരു കടുത്ത നടപടിയിലേക്കും നിലപാടിലേക്കും ട്രസ്റ്റും ഒപ്പം വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവ കടക്കുക. ഏതായാലും ഇന്ന് വൈകിട്ട് 3 മണിക്ക് അയോധ്യയിൽ മണിരാംദാസ് ആശ്രമത്തിലാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം ചേരുക. ഇപ്പോഴും പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും പ്രതി അവിനാഷ് ശുക്ലയുടെ വീടിലും മറ്റ് സ്ഥലങ്ങളിലും പരിശോധന ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അയോധ്യയിലെ വിവാദങ്ങൾക്കിടെ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായകമായ യോഗം ഇന്ന് ചേരുകയാണ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. 2 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിപ്രിയ ചേരുകയാണ്. ലക്ഷ്മി, കോഴിക്കോട്ടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മഴയുണ്ടോ? മഴയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുടയൊന്നും പിടിച്ചിട്ടില്ല ലക്ഷ്മി. മായ, ഏതായാലും സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും അതുപോലെ തന്നെ നാളെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ എറണാകുളം, കോഴിക്കോടെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. ഈ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയതിനെ തുടർന്നാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ജൂലൈ 9 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പ്രധാനമായും വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതുമായ. ശരി, ലക്ഷ്മിപ്രിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ്. മഹാരാഷ്ട്ര തീരപ്രദേശത്ത് വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മുംബൈ, മൻഗൂർദ് പ്രദേശത്ത് 4 നില കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചിരുന്നു. മുംബൈ, താനെ, രത്നഗിരി, റായ്ഗഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒഡീഷയിലും ഒക്കെ കനത്ത മഴ തുടരുകയാണോ ഇപ്പോഴും? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായും ഉള്ളൊരു പരക്കെയുള്ള മഴയ്ക്ക് ശമനമുണ്ട്. ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മഴ ശമിച്ചുവെങ്കിൽ പോലും മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശം ഒപ്പം ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് അടുത്ത 24 മണിക്കൂർ കൂടി ഈ മേഖലകളിൽ ഇടവിട്ട അതിതീവ്ര മഴ ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ വൻ നാശനഷ്ടമാണ് മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മുംബൈ, താനെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. മുംബൈയിൽ ഇന്നലെ രാത്രി 4 നില കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയാണ് ആ മരണം സംഭവിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. ഇതോടെ മഹാരാഷ്ട്രയിൽ ഈ ഒരു സമയത്ത് മഴക്കെടുതിയിൽ ഇതുവരെ 12 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാശനഷ്ടത്തിന്റെ കണക്കുകൾ എടുത്തുവരികയാണ്. ഗുജറാത്ത് തീരത്തും മഴ ശക്തമാണ്. ഹിമാചൽ പ്രദേശിൽ കനത്ത നാശനഷ്ടമാണ് മഴ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം 6-ലധികം മരണമാണ് ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 49 റോഡുകൾ ഹിമാചൽ പ്രദേശിൽ അടച്ചിരുന്നു. അതിൽ പ്രധാന പാതകൾ കുളു, ചമ്പ ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രധാന പാതകൾ ഉൾപ്പെടെ ഈ മണ്ണിടിച്ചിൽ കാരണം പൂർണ്ണമായും ഗതാഗതം നിർത്തിവെക്കേണ്ട സാഹചര്യമാണുള്ളത്. വിനോദസഞ്ചാരികൾ, തീർത്ഥാടകർ എന്നിവരോട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിശോധിച്ച് മാത്രം യാത്ര ക്രമീകരിക്കണമെന്നും ഉയർന്ന മേഖലകളിലേക്ക്, അതായത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്കുള്ള രാത്രി യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര
സർക്കാർ ഈ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി. ഒപ്പം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായിരുന്നു. അസം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞ് ഒഴുകി ഏകദേശം 60-ലധികം ഗ്രാമങ്ങളിലാണ് വെള്ളത്തിനടിയിലായത്. അവിടെ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ പ്രത്യേകം വിലയിരുത്തുന്നുണ്ട്. ശരി, ജിഷ്ണുകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ ഭീതി വിട്ടൊഴിയാതെ തൃശൂർ ദേശമംഗലം കൊറ്റമ്പത്തൂർ കോളനി പ്രദേശം. 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഉന്നതിക്കാരെ മാറ്റിത്താമസിപ്പിച്ച പുതിയ പ്രദേശത്തും മണ്ണിടിഞ്ഞിരിക്കുന്നു. 30 അടിയോളം ഉയരത്തിൽ നിന്നും ഇടിഞ്ഞു വീണ മണ്ണിനകത്ത് പെടാതെ കോളനിക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഭരണവീതിയിൽ കഴിയേണ്ട അവസ്ഥയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പഞ്ചായത്തിലെ പള്ളം എസ്റ്റേറ്റ് പടിയിൽ കൊറ്റമ്പത്തൂർ കോളനിയിലാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞത്. 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഉന്നതിക്കാർ താമസം മാറിയ പുതിയ ഉന്നതിയിലും മണ്ണിടിഞ്ഞതോടെ പ്രദേശവാസികൾ ഭീഷണിയിലാണ്. കുളപ്പുറത്ത് അസീസിന്റെ ഭാര്യ നസീറ വീടിന് പുറകുവശത്ത് വസ്ത്രം അലക്കുന്നതിനിടെ മഴയിൽ ഉഗ്രശബ്ദത്തോടെ പാറയും മണ്ണും ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. 30 അടിയോളം ഉയരത്തിൽ നിന്ന് മണ്ണിടിയുന്ന ശബ്ദം കേട്ടതോടെ ഓടിമാറിയതിനാൽ മണ്ണിനടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. വലിയ പാറകൾ വന്ന് പതിച്ചതിനാൽ പാത്രങ്ങളും മറ്റും മണ്ണിനടിയിൽപ്പെട്ടു. 2018 ഓഗസ്റ്റ് 15 മണ്ണിടിച്ചിൽ 4 പേരുടെ മരണത്തിനിടയാക്കുകയും 35ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഉൾപ്പെട്ട 19ഓളം കുടുംബങ്ങൾക്കായി 2 ഏക്കറോളം ഭൂമിയും വീടും സർക്കാർ നൽകിയിരുന്നു. ഇവിടെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. സർക്കാർ നൽകിയ വീടുകളും പ്രദേശവും സുരക്ഷിതമല്ലെന്ന പ്രദേശവാസികൾ പറയുന്നു. നല്ല കല്ലും മണ്ണും ഒന്നിച്ചാണ് ഇടിഞ്ഞത്. ആദ്യം ഒരു വലിയൊരു പാറ വന്ന് വീണത്. അപ്പോൾ അതിൻ്റെ താഴെ അടുത്ത് വിട്ട സിക്കാൻ്റെ ഭാര്യ നേഴ്സ് തിരുമ്പായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് വേഗം ഞങ്ങൾ ഓടി അവളോടി രക്ഷപ്പെട്ടു. പക്ഷേ വലിയ കല്ലും പാറയും കൂട്ടാണ് വീണത്. ഇങ്ങനെ അനുഭവങ്ങൾ ഇനിയും തുടരുകയെങ്കിൽ ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കുക? അതേസമയം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളോട് മാറി താമസിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത്. എന്നാൽ എങ്ങോട്ട് മാറണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പല കുടുംബങ്ങളും. അമൃത ന്യൂസ്, തൃശൂർ. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കോറോ ഹെൽത്ത് സ്ഥാപന അധികൃതരുമായി തൊഴിൽ മന്ത്രി വെള്ളിയാഴ്ച ചർച്ച നടത്തും. സ്ഥാപന അധികൃതർ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന ചർച്ച മാറ്റിവെച്ചത്. തൊഴിൽ സെക്രട്ടറി ഇന്ന് ജീവനക്കാരുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. ഇന്നിപ്പോൾ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കോറോ ഹെൽത്ത് സ്ഥാപന അധികൃതരുമായി തൊഴിൽ സെക്രട്ടറി സംസാരിക്കുമെന്ന് കേൾക്കുന്നു. എന്താണ് വിവരങ്ങൾ? മായ, കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കൻ സ്ഥാപനമായിട്ടുള്ള കോറോ ഹെൽത്തിൽ നിന്ന് 800ഓളം ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഒരു നടപടി ഉണ്ടായിരുന്നത്. ഇതിന് ഈ കമ്പനിയുടെ കൊച്ചിയിലെയും കോഴിക്കോടിലെയും ഉള്ള ശാഖകളിൽ നിന്നാണ് ഇത്തരത്തിൽ 800ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നുള്ളൊരു കാര്യമാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. അതായത് ഈ വിഷയം ഉണ്ടായതിന് പിന്നാലെ തന്നെ MLA ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ ഇടപെടുകയും ഈ പ്രശ്നം താൽക്കാലികമായിട്ടുള്ളൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. ഇന്ന് വരെയായിരുന്നു ഈ നടപടി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് യോഗമുണ്ടാകും, ഇവർ തമ്മിൽ ചർച്ച നടത്തുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഈ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇന്ന് ഈ ചർച്ചയ്ക്ക് എത്താൻ കഴിയില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഈ ചർച്ച നടത്താനായിട്ടാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. തൊഴിൽ വകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ വകുപ്പ് സെക്രട്ടറി അടക്കമുള്ളവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് തൊഴിൽ വകുപ്പ് സെക്രട്ടറി കൊച്ചിയിൽ വെച്ച് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ സംഭവത്തിലെ ഈ പിരിച്ചുവിടലടക്കമുള്ള കാര്യങ്ങളിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കേൾക്കാനുള്ള കാര്യങ്ങൾ, ഇവരുടെ ഭാഗം കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കമ്പനി സെക്രട്ടറി നേരിട്ടെത്തി ചർച്ച നടത്തുന്നത്. തൊഴിൽ വകുപ്പ് സെക്രട്ടറി നേരിട്ടെത്തി ചർച്ച നടത്തുന്നത്. ഏതായാലും അതിനുശേഷം വെള്ളിയാഴ്ച ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ തന്നെയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. അതുവരെ ഈ നടപടികൾ മരവിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി നേരത്തെ തന്നെ സർക്കാർ ഈ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ജീവനക്കാർക്ക് 3 മാസത്തെ ശമ്പളം, ഈ ശമ്പളം കുടിശ്ശിക ഉണ്ടായിരുന്നതാണ്. ഈ കുടിശ്ശിക തീർത്തു കൊടുക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കുടിശ്ശിക തീർത്തു കൊടുത്തുകൊണ്ട് തന്നെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നീക്കമാണോ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് പ്രധാനമായിട്ടും ജീവനക്കാർക്കുള്ളത്. ഏതായാലും ഈ ആശങ്കയടക്കം ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ കമ്പനി തൊഴിൽ വകുപ്പ് സെക്രട്ടറിക്ക് മുന്നിലേക്ക് ഈ ജീവനക്കാർ പങ്കുവെക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മായ, കിരണാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോറോ ഹെൽത്ത് സ്ഥാപന അധികൃതരുമായി തൊഴിൽ സെക്രട്ടറി ഇന്ന് ചർച്ച നടത്തും.
കാസർഗോഡ് ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. KSRTCയിലെ പ്രിയദർശിനി സൗജന്യ യാത്രയെ തുടർന്ന് സർവീസുകൾ നഷ്ടത്തിലായ സാഹചര്യത്തിലാണ് കാസർകോട്ടെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് പണിമുടക്കുന്നത്. രാവിലെ 10 മണിക്ക് ബസ് ഉടമകളും ജീവനക്കാരും കളക്ടറേറ്റ് ധർണ നടത്തും. ഈ മാസം 8-ന് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുകയാണ്. അനൂപ്, ഈ KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര അതിപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ വലിയ വിഷയമായി എടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പണിമുടക്കൊക്കെ തുടങ്ങിയിരിക്കുന്നു. തുടക്കം വെച്ചിരിക്കുന്നത് കാസർഗോഡാണ് അല്ലേ? ഇന്നു മുതൽ ഇതിനു മുൻപ് വയനാട് ജില്ലയിൽ സൂചനാ പണിമുടക്ക് ഇതുപോലെ നടത്തിയിരുന്നു. ഇത് രണ്ടാമത്തെ സമരമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് ഇന്ന് സമരം നടക്കുന്നത്. അതായത് ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും പണിമുടക്കിക്കൊണ്ട് ബസ് ഉടമകൾ, അവരുടെ ജീവനക്കാർ എന്നിവർ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. രാവിലെ 10 മണിയോടുകൂടി സ്വകാര്യ ബസ് ഉടമകൾ നേരിടുന്ന വലിയ പ്രയാസം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രിയദർശിനി യാത്ര തുടങ്ങിയത് മുതൽ സർവീസുകൾ വൻ നഷ്ടത്തിലായ സാഹചര്യത്തിൽ G-ഫോം നൽകിക്കൊണ്ട് സർവീസ് നിർത്തിവെക്കുന്ന നടപടികളിലേക്കടക്കം കാസർഗോഡ് ജില്ലയിലെ ബസ് ഉടമകൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കടന്നിരുന്നു. ജൂലൈ 20-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിക്കുന്നു. ഇതിനൊക്കെ മുന്നോടിയായിട്ടുള്ള ഒരു സൂചനാ സമരമാണ് കളക്ടറേറ്റുകളിൽ നടത്തുന്നത് ബസ് പണിമുടക്കോടുകൂടി എന്ന് ബസ് ഉടമസ്ഥ സംഘം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സമരം നടന്നു വരുന്നത്. ഏതാണ്ട് 450ഓളം സ്വകാര്യ ബസ്സുകളാണ് കാസർഗോഡ് ജില്ലയിൽ സർവീസ് നടത്തുന്നത്. ഈ ബസ്സുകളാണ് ഇന്ന് പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ജൂലൈ 20 മുതൽ സ്വകാര്യ ബസ് ഉടമകൾ നടത്തുന്ന സമരത്തിന്റെ മുന്നോടിയാണിത്. ആദ്യഘട്ട സമരത്തിൽ ഒരാഴ്ച നീളുന്ന ഉപവാസ സമരത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആദ്യം അണിനിരക്കുക കോട്ടയം, അതുപോലെ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ബസ് ഉടമകളാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇന്നത്തെ സമരം, സ്വകാര്യ ബസ് സമരം, വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഏതാണ്ട് പല റൂട്ടുകളിലും ബാധിക്കും. കാരണം സ്വകാര്യ ബസ്സുകൾ മാത്രം ഓടുന്ന പല റൂട്ടുകളുമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ പോകുന്നത് 10ഓളം നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു. ശരി, അനൂപാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. KSRTCയിലെ പ്രിയദർശിനി സൗജന്യ യാത്രയെ തുടർന്ന് സർവീസുകൾ നഷ്ടത്തിലായ ഒരു സാഹചര്യത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ കാസർഗോഡാണ് പണിമുടക്ക്. ഞാൻ ആദ്യം കരുതിയത് ഇന്നാണ് തുടങ്ങുന്നത് എന്നാണ്. ഞാൻ അങ്ങനെയാണ് അനൂപിനോട് ചോദിച്ചത്. പക്ഷേ അനൂപ് അത് തിരുത്തി. വയനാട്ടിലാണ് ആദ്യം സമരം നടന്നത്. അത് അനൂപ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇനി അടുത്ത ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലേക്കും ഈ സമരം വ്യാപിപ്പിക്കാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. നെന്മാറ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കേസിൽ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാവില്ല. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നം കാരണമാണ് ശിക്ഷാവിധി നീട്ടിയത്. സുധാകരന്റെ മക്കളും കോടതിയിലെത്തില്ല. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയാനിരുന്നത്. കൃത്യം നടന്ന് 1.5 വർഷം പിന്നിടുമ്പോഴാണ് വിധി വരുന്നത്. 2025 ജനുവരി 27-നാണ് നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ അയൽവാസി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴായിരുന്നു ചെന്താമര ഇരട്ടക്കൊല നടത്തിയത്. ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സജിതയും കുടുംബവുമാണെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക എന്നതോടൊപ്പം ഇന്തോ പസഫിക് മേഖലയിലെ സ്വാധീനം, സമുദ്ര സുരക്ഷ, വിതരണ ശൃംഖലകളുടെ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിർണായകമാവും. ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥി വിസയ്ക്കുള്ള കാലതാമസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സന്ദർശന വേളയിൽ ചർച്ചയാവും. വ്യാപാര, സാമ്പത്തിക മേഖലകളിൽ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ചർച്ച നടക്കും. ന്യൂസിലാൻഡുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചിരുന്നു. 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് സന്ദർശിക്കുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്രാ ചടങ്ങുകളിൽ പങ്കെടുക്കാതെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവും അയത്തുള്ള അലി ഖമനേയിയുടെ മകനുമായ മുജ്തബ ഖമനേനി ഇന്നലെ ടെഹ്റാനിൽ നടന്ന ചടങ്ങിൽ അലി ഖമനേയിയുടെ മറ്റ് 3 ആൺമക്കളും പങ്കെടുത്തു. ഖമനേയി കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിൽ മരിച്ച ഭാര്യ സഹറ ഹദാദ് അദേലിന്റെ നേരത്തെ തന്നെ അനുസ്മരണ ചടങ്ങുകളിലും മുജ്തബ പങ്കെടുത്തിരുന്നില്ല. അതേസമയം മാർച്ചിൽ പദവി ഏറ്റെടുത്ത ശേഷം മുജ്തബ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. നിലവിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മതസമുച്ചയത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഖമനേയിയുടെ ഭൗതിക ശരീരം വരും ദിവസങ്ങളിൽ ഷിയ പുണ്യ നഗരങ്ങളായ നജാബ്, കർബല എന്നിവിടങ്ങളിലും എത്തിക്കും. ജൂലൈ 9-ന്
മഷ്ഹദിലെ ഇമാം റസ മസ്ജിദിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. താനൂരിൽ കനോലി കനാലിന് കുറുകെയുള്ള താൽക്കാലിക നടപ്പാലം തകർന്നതോടെ ദുരിതത്തിലായി വിദ്യാർത്ഥികളടക്കമുള്ള നാട്ടുകാർ. താനൂർ മുലക്കലിനെയും ചിരാൻ കടപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന പാലം കഴിഞ്ഞ ദിവസം തകർന്നതോടെയാണ് നാട്ടുകാർ ദുരിതത്തിലായത്. ഒരാഴ്ചയുടെ ഉള്ളിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഒരു മാസമായി തുടങ്ങി. കുട്ടികളെ ഉള്ളിൽ കയറ്റിക്കാണ്ട് പുഴ കൂടെ ഇറക്കിക്കൊണ്ടുപോകും. അതിന്റെ മുന്നേ വീണ പാലാണത്. രണ്ടാൾ പോയി. അതേമാതിരി ഇത് സംഭവിക്കും. ആൾക്കാർ പോകുമ്പോഴാണ് മുകളിൽ. അപ്പോഴാണ് അധികാരികളൊക്കെ മേപ്പോട്ട് നോക്കലുണ്ടാവില്ല. താനൂർ ചീരാൻ കടപ്പുറത്തെ 100ഓളം കുടുംബങ്ങൾക്ക് ടൗണിലെത്താനുള്ള മാർഗമാണ് കനോലി കനാലിന് കുറുകെ നിർമ്മിച്ചിരുന്ന കോൺക്രീറ്റ് പാലം. വർഷങ്ങൾക്ക് മുൻപ് പാലം തകർന്ന് 2 യുവാക്കൾ മരണപ്പെട്ടതോടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് നാട്ടുകാർക്ക് വീണ്ടും ഒരു ഇരുമ്പ് പാലം ലഭിച്ചത്. എന്നാൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ഈ പാലവും 1 വർഷം മുൻപ് തുരുമ്പെടുത്ത് നശിച്ചു. ഇതോടെ നാട്ടുകാർ സ്വന്തം ചെലവിൽ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കിയായിരുന്നു ചീരാൻ കടപ്പുറത്ത് നിന്നും മൂലക്കൽ വഴി താനൂരിലെത്തിയിരുന്നത്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഈ പാലവും തകർന്നതോടെ പ്രദേശവാസികൾക്ക് മറുകര എത്തുക എന്നത് സാഹസമായി മാറി. നേരത്തെ തകർന്ന ഇരുമ്പ് പാലത്തിലൂടെ അധികൃതർ നൽകിയ അപകട അറിയിപ്പുകളെ മറികടന്ന് യാത്ര ചെയ്താണ് ഇപ്പോൾ ഇവർ മറുകര എത്തുന്നത്. നന്നാക്കി തരാമെന്ന് പറഞ്ഞു കണ്ട് എല്ലാവരും വന്ന് വാഗ്ദാനം ചെയ്ത് പോകുന്നുള്ളൂ. ഇവരെ ഒന്നുമില്ല. ഇറിഗേഷൻ വകുപ്പിൽ പോയിട്ട് എല്ലാം കംപ്ലൈൻറ്റ് ചെയ്ത് അപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 3 ലക്ഷം റുപ്യ ഉണ്ടെന്ന് പറഞ്ഞ് അത് ഇതുവരെ ഇല്ല. ഓരോ കാലമായിട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ. ഇതിപ്പോൾ പൊളിഞ്ഞിട്ട് ഇപ്പോഴത്തെ നാട്ടുകാർ നന്നാക്കും. എത്ര പ്രാവശ്യം പൊളിഞ്ഞു? 2-3 പ്രാവശ്യം പൊളിഞ്ഞുകൊണ്ട് നാട്ടുകാർ നന്നാക്കിയതാണ്. മുതിർന്നവർ എങ്ങനെയൊക്കെയോ കനാൽ കടക്കുമെങ്കിലും വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ യാത്ര ഭീതിയിലാണ്. നിരവധി കുട്ടികളാണ് വിവിധ വിദ്യാലയങ്ങളിലേക്കായി ഈ വഴി കടന്നു പോകുന്നത്. കുട്ടികളെ ഞങ്ങൾ ദിവസം രാവിലെ വൈകുന്നേരം തോള് കയറ്റിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ എന്താ ചെയ്യരുത്? ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വെള്ളം കൂടും. വൈകുന്നേരം വെള്ളം കൂടുക കഴുത്തിനൊപ്പം വെള്ളം ഉണ്ടാവും. എന്നിട്ട് ഈ കുട്ടികളെ ഞങ്ങൾ കൊണ്ടായി കൊടുക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ആരും ഉണ്ടാവില്ല. ഈ കുട്ടികൾ ഇവിടെ വന്ന് നിൽക്കുക. അധികൃതരോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇനിയും വീണ്ടും ഒരു ദുരന്തത്തിനു കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് പാലം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, മലപ്പുറം. മല്ലപ്പള്ളി മാതാ അമൃതാനന്ദമയി മഠവും വിവിധ ക്ഷേത്രങ്ങളും സംയുക്തമായി സമൂഹ ലളിത സഹസ്രനാമ പാരായണ ജപയജ്ഞവും ശ്രീചക്ര പൂജയും നടത്തി. മല്ലപ്പള്ളി മുരണി കവല ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ 1000-ലധികം ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഹൃദം വദിഷ്യാമി. മല്ലപ്പള്ളി മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 മാസക്കാലമായി വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്തജന കൂട്ടായ്മകൾ ലളിതാ സഹസ്രനാമ പാരായണം നടത്തിവരികയായിരുന്നു. ഇതിന്റെ സമാപന സമർപ്പണമായാണ് മുരണി ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ ശ്രീചക്ര പൂജ സംഘടിപ്പിച്ചത്. ബ്രഹ്മശ്രീ പരമേശ്വരൻ പോറ്റി ആറ്റുപുറത്തില്ലം ശ്രീചക്ര പൂജയുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സനാതനധർമ്മ വിശ്വാസികളുടെ സാധനാ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചു നടന്ന ഈ യജ്ഞത്തിൽ 1001 പേർ ഒരേ സ്വരത്തിൽ ലളിതാ സഹസ്രനാമം ജപിച്ചത് പങ്കെടുത്ത ഭക്തർക്കെല്ലാം നവ്യാനുഭൂതിയായി മാറി. അമ്മ പറയാറുണ്ട്, ധ്യാനമെന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മളെപ്പോഴും സന്തോഷത്തിനും സംതൃപ്തിക്കും സമാധാനത്തിനും വേണ്ടി പുറത്ത് പല കാര്യങ്ങളും ചെയ്ത് അതനുഭവിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ആനന്ദം, സംതൃപ്തി അവരവരുടെ ഉള്ളിൽ തന്നെയാണ്. സംതൃപ്തി അവരവരുടെ ഉള്ളിലാണ്. ഈശ്വരീയ ചൈതന്യം അവരവരുടെ ഉള്ളിലാണ്. ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് ശാസ്ത്രങ്ങൾ മുഴുവൻ ഉദ്ഘോഷിക്കുന്നു. നാമജപം ഒരു സംസ്കാരമാണെന്നും അത് വ്യക്തികളെ ആധ്യാത്മികമായും മാനസികമായും ശക്തരാക്കുമെന്നുള്ള സന്ദേശമാണ് മഠം ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ചടങ്ങിൽ സ്വാമിനി ഭവ്യാമൃത പ്രാണ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനിമാ പിന്നണി ഗായിക ആലിസ് ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാണിക്യമൗളിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം മാപേന ഭക്ഷോരുഹാം
പാണിഭ്യാം അളിപൂർണ്ണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്താം വികസിതവദനാം പത്മഭദ്രായ ദക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ഹേമ പത്മാം വരാംഗീം. ഡോക്ടർ ഗോപാൽ കെ നായർ, മല്ലപ്പള്ളി മാതാ അമൃതാനന്ദമയി മഠം സത്സംഗ സമിതി കാര്യദർശി ഉണ്ണികൃഷ്ണൻ നായർ ചൈത്രം, പ്രകാശ് കുമാർ വടക്കേമുറി, പ്രേംകുമാർ തിരുമൂലപുരം, മധു കീഴ്വായ്പൂർ, സുരേഷ് കുമാർ, പി കെ മോഹനവർമ്മ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വ്യക്തികളുടെ വികാസത്തിനും അതുവഴി സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്കും ഉതകുന്ന രീതിയിലാണ് ജപയജ്ഞം സമാപിച്ചത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇനി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണി വിലയിരുത്തുകയാണ്. ദിലീപ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഈ ഒരാഴ്ചയും വിപണിയിൽ നേട്ടം നിലനിന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയും തുടർച്ചയായി വിപണിയിൽ നേട്ടമായിരുന്നു. 2 ഘടകങ്ങളാണ് പ്രധാനമായും വിപണിയെ സ്വാധീനിക്കാനുള്ളത്. ഒന്ന്, ആഗോളതലത്തിൽ US നടക്കുന്ന ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് പ്രസിദ്ധീകരണമാണ്. അത് ഈ ജൂലൈ 8-ാം തീയതിയാണ് ആ മിനിറ്റ്സ് പുറത്തു വരുന്നത്. ജൂലൈയിലെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി, പണപ്പെരുപ്പം, ഒപ്പം പലിശ നിരക്കുകളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുമോ എന്നുള്ളതിൻ്റെയുമായിട്ടുള്ള ഒരു പ്രധാന ഘടകം എന്ന നിലയ്ക്ക് അത് വിപണിയെ സ്വാധീനിച്ചേക്കും. പലിശ നിരക്കുകൾ മാറില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഉണ്ടായിരുന്നത് അവിടെ പലിശ നിരക്കുകൾ കൂടുമോ എന്നുള്ളതായിരുന്നു. എന്തായാലും ഇത്തവണ പലിശ നിരക്കുകൾ കൂടില്ല, അത് മാറ്റമില്ലാതെ തുടരും എന്ന് തന്നെയാണ് കരുതുന്നത്. അത് വിപണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഒപ്പം തന്നെ അവിടെ പുറത്തു വരാനിരിക്കുന്ന ഒട്ടേറെ അടിസ്ഥാന സാമ്പത്തിക ഘടകങ്ങൾ സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഈ ഒരാഴ്ചയിൽ വിപണിയെ സ്വാധീനിക്കും. ആഭ്യന്തര ഘടകമായി വിപണി ഉറ്റുനോക്കുന്നത് ഈ കഴിഞ്ഞ പാദത്തിലെ പ്രവർത്തന ഫലമാണ്. ജൂലൈ 9-ാം തീയതി TCS പ്രവർത്തന ഫലം പുറത്തുവരും. ഒപ്പം തന്നെ ഒട്ടേറെ കമ്പനികൾ, L&T ഫിനാൻസ് അടക്കമുള്ള കമ്പനികളുടെ. മറ്റു വാർത്തകളിലേക്ക് പോയാൽ ഇടുക്കിയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് ഇനി. NCC കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്നതിനായി ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിർമ്മിച്ച എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. വനംവകുപ്പിന്റെ എതിർപ്പാണ് എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത്. 3 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്യേണ്ട പദ്ധതിയാണ് അനന്തമായി നീളുന്നത്. NCC കേഡറ്റുകൾക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്പെരിയാർ സത്രത്തിൽ എയർ സ്ട്രിപ്പ് നിർമ്മാണം ആരംഭിച്ചത്. 200 കേഡറ്റുകൾക്ക് സൗജന്യ പരിശീലനം നൽകാൻ കഴിയുന്ന ദേശീയ നിലവാരത്തിലുള്ള രാജ്യത്തെ ആദ്യ എയർ സ്ട്രിപ്പാണിത്. 2017-ൽ 17 ഏക്കർ സ്ഥലത്ത് എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചു. 2022 ഡിസംബർ 1-ന് ചെറുവിമാനമിറക്കി ആദ്യ പരീക്ഷണ പറക്കലും വിജയകരമായി നടത്തി. ഇതിനിടെ കനത്ത മഴയിൽ റൺവേയിലേക്കുള്ള റോഡിന്റെ മൺതിട്ട ഇടിഞ്ഞു വീണു. പിന്നീട് സംസ്ഥാന സർക്കാർ 6 കോടി രൂപ ചെലവഴിച്ചാണ് ഇത് പുനർനിർമ്മിച്ചത്. എയർ സ്ട്രിപ്പിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. എയർ സ്ട്രിപ്പ് അത് പണിയാനുള്ള തുകയൊക്കെ അനുവദിച്ചെങ്കിൽ പോലും ഈ വനം വകുപ്പിൻ്റെ ഒരു തടസ്സമാണ് അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. അത് പക്ഷേ അതിനകത്ത് മാറ്റമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആശാവഹമായിട്ടുള്ള ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത്. പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയ സത്രം എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനങ്ങൾ സാങ്കേതിക തടസ്സങ്ങൾ മാറ്റിയാൽ ഉടൻ ആരംഭിക്കാൻ കഴിയും. വനം വകുപ്പുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജനപ്രതിനിധികൾ. അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കി കഞ്ഞിക്കുഴിയിലെ റവന്യൂ ഭൂമിയിൽ നിന്ന് കർഷകരെ കുടിയിറക്കാനുള്ള വനം വകുപ്പിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. 50 വർഷത്തിലധികമായി താമസിക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകണമെന്ന കർഷകരുടെ ആവശ്യം നിലനിൽക്കുമ്പോഴാണ് വനം വകുപ്പിന്റെ കുടിയിറക്ക ഭീഷണി. ഇടുക്കിയിലെ ആദ്യകാല കുടിയേറ്റ മേഖലയാണ് കഞ്ഞിക്കുഴി. 70 വർഷത്തിലധികമായി താമസിക്കുന്നവരാണ് പല കുടുംബങ്ങളും. എങ്കിലും ഇവർക്ക് പട്ടയം ഇന്നും കിട്ടാക്കനിയാണ്. പട്ടയത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് അനന്തമായി നീളുന്നതിനിടയിലാണ് വനം വകുപ്പിന്റെ കുടിയിറക്ക് ഭീഷണി. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിയമപ്രകാരമുള്ള ജണ്ട ഇട്ട് പോയിട്ടുള്ളതാണ്. ഈ ജണ്ട ഇട്ട് പോയതിന് ശേഷം പോലും അവർ പറയുന്നത് ജണ്ടയ്ക്ക് ഇപ്പുറത്തുള്ളൂ. അതായത് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സ്ഥലവും അവരുടേതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏലവും വർഷങ്ങളായിട്ടുള്ള കാപ്പി, കുരുമുളക് ഇതെല്ലാം വെട്ടിക്കളയുന്ന ഒരു പ്രവണതയാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ഇത് ഇവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. റവന്യൂ തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾക്ക് പോലും വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നു. ജനവാസ മേഖലയോട് ചേർന്നുള്ള അതിർത്തികളിൽ കാട്ടുതീ തടയാനെന്ന പേരിൽ വനം വകുപ്പ് തീയിടുന്നത് പതിവാണ്. ഇത് കൃഷിയിടത്തിലേക്ക് പടരുന്നത് മൂലം പലരും ഇവിടെ നിന്ന് താമസം മാറ്റി. വർഷങ്ങളുടെ പഴക്കമുള്ള തെങ്ങുൾപ്പെടെയുള്ള കാർഷിക വിളകൾ പതിറ്റാണ്ടുകളായുള്ള ജനവാസത്തിന് തെളിവാണ്. എന്നാൽ ഇതൊന്നും വനം വകുപ്പ് അംഗീകരിക്കുന്നില്ല. അവർക്ക് ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സ്ഥലം ഇവിടെ വേണം.
അതാണ് അവരുടെ ഉദ്ദേശം. അവരിങ്ങനെ സ്ഥിരം വണ്ടി ഓടിച്ചിങ്ങനെ വരികയാണ്. 10, 25, 30 പേര് പട്ടാളം വരുന്ന പോലെ. ഏതായാലും അതുകൂടിയുള്ള ജനം അംഗീകരിക്കാൻ പോകുന്നില്ലെന്നുള്ളത് ഡെഫിനറ്റായ കാര്യമാണ്. അതിനൊരു മാറ്റവും ഇല്ല. ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഞങ്ങൾ എങ്ങോട്ടാണ് പോകണ്ടേ? വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് സ്ഥിരം സംഭവമാണ്. എന്നാൽ പട്ടയമില്ലാത്തതിന്റെ പേരിൽ കർഷകർക്ക് നഷ്ടപരിഹാരവും ലഭിക്കാറില്ല. അമൃത ന്യൂസ്, ഇടുക്കി. തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ ക്രൂരമർദ്ദനമേറ്റ് ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിലായി. അസം സ്വദേശി നൂർ ആലം ആണ് പിടിയിലായത്. അസമിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഒഡീഷ സ്വദേശി ധൻപത് നായിക് ആണ് കൊല്ലപ്പെട്ടത്. കേസിൽ 2 സ്ത്രീകളും 4 പുരുഷന്മാരും നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇക്കഴിഞ്ഞ 18-ന് രാത്രി 10 മണിയോടെയാണ് കൊലപാതകം നടന്നത്. തൃശൂർ നഗരത്തിലെ കോരപ്പത്ത് ലൈനിലുള്ള വാടക വീട്ടിൽ താമസിച്ചിരുന്ന അനാശാസ്യ കേന്ദ്രത്തിലായിരുന്നു സംഭവം നടന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെയും യുവതിയെയും പോലീസും ഫയർഫോഴ്സും ചേർന്ന് താഴെയിറക്കി. മെഡിക്കൽ കോളേജ് പോലീസ് എയ്ഡ് പോസ്റ്റിലെ SI നാജി കെ ഇരുമ്പ് പൈപ്പ് വഴി കെട്ടിടത്തിന്റെ 3ാം നിലയിൽ കയറി യുവാവിനെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. കണ്ണൂർ സ്വദേശി 30-കാരനായ സുനിത്, ചിറ്റാർ സ്വദേശിനി 26-കാരിയായ മോനിഷ എന്നിവരാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരായി എത്തിയ ഇരുവരും അടുപ്പത്തിലാവുകയായിരുന്നു. ഇരുവരും തമ്മിലുള്ള വഴക്കിനെ തുടർന്നാണ് ആത്മഹത്യാ ഭീഷണി എന്നാണ് സൂചന. സുനിത് കെട്ടിടത്തിന് മുകളിൽ കയറിയ ശേഷം മോനിഷയെ വിളിച്ചു വരുത്തുകയായിരുന്നു. റംബൂട്ടാൻ ഫെസ്റ്റും മാമ്പഴം മേളയും ഒരുക്കി തലസ്ഥാന നഗരി. കേരളത്തിലെ ആദ്യത്തെ റംബൂട്ടാൻ ഫെസ്റ്റിനാണ് അനന്തപുരി വേദിയാകുന്നതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു. പുത്തരിക്കണ്ടം മൈതാനത്തെ നായനാർ പാർക്കിൽ ജൂലൈ 3-ന് ആരംഭിച്ച ഫെസ്റ്റ് 14-നാണ് അവസാനിക്കുന്നത്. മലേഷ്യൻ ബഡ്, റംബൂട്ടാൻ നാടൻ വരിക്ക, നാടൻ കൂഴ, NAT, യെല്ലോ വരിക്ക, യെല്ലോ കൂഴ തുടങ്ങി 3 രാജ്യങ്ങളിൽ നിന്നുള്ള 15 തരത്തിലേറെ റംബൂട്ടാന്റെ വിപുലമായ ശേഖരമാണ്. നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ ആദ്യമായി, അതും കേരളത്തിൽ തിരുവനന്തപുരം അനന്തപുരിയുടെ തിരുമുറ്റത്ത് റംബൂട്ടാൻ ഫെസ്റ്റിവൽ എന്നുള്ളൊരു പരിപാടി ആദ്യമായി നടക്കുന്നു. അത് കാണാനായി ജനങ്ങൾ തിക്കും തിരക്കുമായി കാണാം. ഈ റംബൂട്ടാന് വേണ്ടിയാണ് ജനങ്ങൾ വരുന്നത്. കാണാത്തതും കണ്ടതുമായ അനേക മധുരങ്ങൾ നുണയാനും അത് ആസ്വദിക്കാനുമായി എല്ലാവരും വരുന്നുണ്ട്. ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ തുടരട്ടെ, കർഷകർ രക്ഷപ്പെടട്ടെ. റംബൂട്ടാന്റെ കർഷകരെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ മാർഗത്തോടു കൂടിയാണ് ഈ പരിപാടി തുടങ്ങിയത്. മധുരം നുകർന്ന് രുചി നോക്കി പ്രിയപ്പെട്ടതൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ കുരുന്നുകളും മുതിർന്നവരും ഒക്കെയുണ്ട്. മൽഗോവ, നീലം, അൽഫോൻസ്, ബംഗാനപ്പള്ളി തുടങ്ങി 100-ലധികം മാമ്പഴങ്ങൾ. പേരിൽ ഭീകരനാണെങ്കിലും കാഴ്ചയ്ക്ക് സുന്ദരനായ ഡ്രാഗൺ ഫ്രൂട്ട്. മേളയുടെ അഴകും ആകർഷണവുമാകുന്നവർ നിരവധി. നല്ല തന്നെ ഫ്രൂട്ടുകളെ എല്ലാം അമ്മ വാങ്ങിച്ചു. ഞാനും തിന്നും, എല്ലാവരും തിന്നും. മേളയല്ലേ, ചില കലാകാരന്മാരെയും കണ്ടുമുട്ടാം ഇവിടെ. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ് സന്ദർശന സമയം. ഓരോ ദിവസം കഴിയുന്തോറും സന്ദർശകരുടെ എണ്ണത്തിലും വർധനവുണ്ടാകുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സഹോദരി ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി 39 വർഷത്തിന് ശേഷം പോലീസിന്റെ പിടിയിലായി. പ്രതി മോഹനപിള്ളയാണ് കൊല്ലം പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. 1987 ജനുവരി 11-നാണ് സഹോദരി ഭർത്താവായ ചന്ദ്രശേഖരൻ പിള്ളയെ പ്രതിയായ മോഹനപിള്ള വെട്ടിക്കൊലപ്പെടുത്തിയത്. അന്ന് 25 വയസ്സുണ്ടായിരുന്ന മോഹനപിള്ള കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയി. ആദ്യം വേളാങ്കണ്ണിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിന്നീട് കോട്ടയം കല്ലറ എന്ന സ്ഥലത്ത് എത്തിയ ശേഷം അവിടെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അടുത്തിടെ വെളിയം സ്വദേശി കോട്ടയത്ത് വെച്ച് ഇയാളെ തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. തുടർന്ന് പിടിയിലായ മോഹൻപിള്ള പോലീസിനോട് കുറ്റം സമ്മതിക്കുകയായിരുന്നു. വനിതാ 2020 ലോകകപ്പ് ഓസ്ട്രേലിയയ്ക്ക്.
ലോർഡ്സിൽ നടന്ന ഫൈനലിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് കീഴടക്കിയാണ് ഓസ്ട്രേലിയൻ വനിതകൾ തങ്ങളുടെ 7ാം T20 ലോകകപ്പ് ഉയർത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം 17 ഓവറിൽ 3 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ഓസീസ് മറികടന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസ് എടുക്കാനേ സാധിച്ചിരുന്നുള്ളൂ. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് മെക്സിക്കോ പ്രീ ക്വാർട്ടർ ഇപ്പോൾ നടക്കുകയാണ്. 3-1 ഇംഗ്ലണ്ട് മുന്നിലാണ്. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. വരും മണിക്കൂറുകളിലൊക്കെ വാർത്തകളുടെ അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാ പ്രേക്ഷകരും സന്ദർശിക്കുക. നമസ്കാരം.